ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളൊരു ചക്കയും പൂളയും കൂടെ മീനൊക്കെ ഇട്ടൊരു കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതൊന്ന് കാണിക്കാൻ വിചാരിച്ച്, എൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാൻ വിചാരിച്ച്. ചക്ക 2-3-4 ദിവസം മുന്നേ ഇരിഞ്ഞ് പിടിച്ച് വെച്ചാണ് അതെടുത്തതാണ്. ഒന്നും ആയിട്ടില്ല, നല്ല ചക്ക തന്നെയാണ് ഇപ്പോൾ പിടിച്ച് വെച്ചിട്ട്. അതേപോലെ പൂള ഒരു 2 ആഴ്ച മുന്നേ തൊലിച്ച് ഫ്രീസറിൽ വെച്ചതാണ്, കവറിലാക്കി. പൂള ഐസ് പോകണം. മത്തി മുറിച്ച് വെച്ചാണ്, ഒരു 4 മത്തി ഇടണുള്ളൂ. അങ്ങനെ രണ്ടും കൂടെ ഇട്ടൊന്ന് വെച്ചേക്കാം. അപ്പം വെച്ചിട്ട് കാണിക്കാം. പൂളതാ ഒക്കെ കുത്തി നുറുക്കി അതിലിട്ടിക്കണേ. ഇനി ചക്ക ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചക്ക അരിഞ്ഞിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇടുകയാണ്. പൂളയും ചക്കയും കൂടി നല്ല വെന്തോട്ടങ്ങ പൊടയും. അപ്പം ചക്ക അരിയാതെ ചോള അതേപോലെ കുരു കണ്ട് ഒഴിവാക്കി അതുപോലെ തന്നെ ഇടുകയാണ്. അതിൽ നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മത്തി വെച്ചെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ മൂടി അടുപ്പത്ത് വെക്കാം. വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി അതിലേക്ക് അരപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. അതിലേക്ക് നമ്മൾ തേങ്ങ, പെരുംജീരകം, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടി എടുത്തിട്ട് തേങ്ങ ഒന്ന് അരിഞ്ഞിട്ട് അതെല്ലാം കൂടി ഒന്നിട്ട് ഒതുക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ചിട്ടു. ചക്കയും പൂളിയൊക്കെ വെന്ത് റെഡിയായി ഇങ്ങനായി. കുക്കർ ഫുള്ളായിട്ടില്ല, ഇനിയിപ്പോൾ ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച് ഇങ്ങനായി. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെക്കാം. നമ്മളെ ചക്ക ഏതാ പൂള ഏതാണെന്നറിയാതെ ഉടഞ്ഞ് രണ്ടും ഒരുപോലെ ആയിക്കണം കേട്ടോ. പിന്നെ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് നോമ്പാണ്, വൈകുന്നേരമേ കഴിക്കുള്ളൂ. ഇപ്പം ഒരു 10 മണി 10:30 സമയമായിട്ടേ ഉള്ളൂ. അപ്പം കഴിക്കണമെങ്കിൽ മാങ്ങ കൊടുക്കണം. അപ്പോൾ മാങ്ങ കൊടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാം. റെഡിയായി. ഇനി ഒന്ന് താളിക്കണം. കരിവേപ്പിൻ്റെ അളി ഒരു ഉള്ളിയും ചുവന്നുള്ളി ഇട്ടൊന്ന് താളിക്കും. പിന്നെ നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.